അപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ചരക്ക് ലോറികൾ തടയുകയാണ് തത്സമയ ദൃശ്യങ്ങൾ. കമൽ ചേർന്ന് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. കമൽ, എന്താണ് സംഭവം? UDF പ്രവർത്തകർ പണിമുടക്കിനെ അനുകൂലിക്കുന്ന INTUC പ്രവർത്തകർ കൽപ്പറ്റ ചുങ്കത്ത് വാഹനം തടയുകയാണ്. ഒരു ചരക്ക് ലോറിയാണ് തടഞ്ഞത്. ഡ്രൈവർ അവരോട് പ്രതികരിച്ചതോടെയാണ് സമരക്കാരുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ പ്രതികരണം ഉണ്ടായത്. എന്താണ് സംഭവിച്ചത്? എന്തുണ്ടായേ? പണിമുടക്കാറില്ലേ? ഹലോ, എന്താ സംഭവിക്കുന്നത്? ഹലോ, അല്ല, എന്താ ഉണ്ടായേ? ഇന്ന് പണിമുടക്കാണ്. ഈ പണിമുടക്ക് ദിവസം ഇവര് ചരക്ക് വന്നിരിക്കുക. ഇവര് തൊഴിലാളികളാണ്. തൊഴിലാളി പണിമുടക്കാണ് നടക്കുന്നത്. ഇന്ന് തൊഴിലാളി പണിമുടക്കാണ് നടക്കുന്നത്. തൊഴിലാളികളായി ഇവരെ അത് ലംഘിച്ചു വന്നിരിക്കുകയാണ്. അവരാരാണ്? ഞാൻ അവരൊന്നും പറഞ്ഞില്ലല്ലോ. തൊഴിലാളിയെ തെറി പറയാൻ പറ്റോ? തൊഴിലാളിനെ തെറി പറയാൻ പറ്റോ? അല്ല, തൊഴിലാളിനെ തെറി പറയാൻ പറ്റോ? ചേട്ടാ, വെള്ളം ഇട്ടിട്ട് കാര്യമില്ല. ന്യായം പറയണം. തൊഴിലാളിന്റെ പണിമുടക്കാണെങ്കിൽ നിങ്ങൾ കൈയാണിച്ച് ഞാനിവിടെ നിർത്തിയിട്ടുണ്ട് വണ്ടി. അതിന് വന്ന് തെറി പറയാ. അതാ മര്യാദ? നിങ്ങൾ പഠിച്ച മര്യാദ അതാ? അല്ല, നിങ്ങൾ പഠിച്ച മര്യാദ അതാ? അല്ല, ഞാൻ നിങ്ങൾ കൈയാണിച്ച് നിർത്തിയില്ലേ? മര്യാദ ഞാൻ നിർത്തിയ വണ്ടി നിങ്ങൾ വന്നിട്ട് തെറി പറയാ. പണിമുടക്ക് സമയത്ത് വന്ന ചരക്ക് വാഹനം തടഞ്ഞതിനെ തുടർന്നുണ്ടായ വാക്ക് തർക്കമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. INTUC പ്രവർത്തകർ കൽപ്പറ്റ ചുങ്കത്ത് അല്പസമയം മുമ്പാണ് എത്തിയത്. അപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ അവർ തടയുന്നുണ്ടായില്ല. ആദ്യം ഒരു ഗുഡ്സ് ഓട്ടോ വന്നു, അത് തടഞ്ഞു. പിന്നീട് അത് കടത്തിവിട്ടു. അപ്പോഴാണ് ഒരു ചരക്ക് ലോറി ചരക്കുമായി ഈ ഭാഗത്തേക്ക് കടന്നു വന്നത് ദേശീയപാതയിലൂടെ. അതിന്റെ ഡ്രൈവർ ഇവരോട് തടഞ്ഞപ്പോൾ തിരിച്ച് പ്രതികരിച്ചു എന്നുള്ളതാണ് സമരക്കാർ പറയുന്നത്. അതിന്റെ പേരിലുണ്ടായ വാക്ക് തർക്കമാണ് കണ്ടത്. INTUC പ്രവർത്തകരാണ് ഇപ്പോൾ ലോറിക്ക് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കുറെ നേരമായി വയനാട്ടിൽ വാഹനങ്ങൾ തടയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. സമാധാനപരമായി പണിമുടക്ക് പുരോഗമിക്കുകയായിരുന്നു. കൂടുതലും സ്വകാര്യ വാഹനങ്ങളാണ് കടന്നുപോയിരുന്നത്. അതിനിടയ്ക്കാണ് ഈ ചരക്ക് വാഹനങ്ങൾ വന്നത്. അപ്പോൾ ചരക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല, അവരും തൊഴിലാളികളാണ് എന്നുള്ള ഒരു പ്രഖ്യാപനവുമായാണ് സമരക്കാർ തടഞ്ഞത്.